ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാ പ്രിയപ്പെട്ട വ്യക്തികൾക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊള്ളുന്നു. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ. ഇനി ഓണമാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാകാം. ഒരു കാലത്ത് നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി, എന്നാൽ നിലവിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തുടരുന്ന ആ ഒരു വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും നിങ്ങളെ ഉപേക്ഷിച്ച് ആ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി ഹാപ്പിയാണോ എന്നും, അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിൻ്റെ നിലവിലത്തെ ഒരവസ്ഥ അത് എൻഡ് ആയോ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റെസണേറ്റഡ് ആവുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല. ഈ ഒരു സമയത്ത് മദർ യൂണിവേഴ്സ്, അതായത് പ്രപഞ്ച മാതാവ് നിങ്ങളോട് ഈ ഒരു സമയത്ത് എന്തൊക്കെയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒന്ന് 3 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ഫലം കിട്ടുന്നത്. നമുക്കറിയാം, ഒരു ലോ ഓഫ് അട്രാക്ഷനൊക്കെ പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് വർക്കാവുന്നില്ല. അതൊക്കെ പൂർണ്ണമായിട്ട് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ടാറോ റീഡിങ്ങും ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങളൊരു വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ അതൊരിക്കലും നടക്കാതിരിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യം അല്പം വൈകിയാണെങ്കിലും പ്രപഞ്ചശക്തി അത് നേടിത്തന്നിരിക്കും. അതുപോലെ തന്നെയാണ് ടാറോ റീഡിങ്ങിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി മാത്രം റീഡിംഗ് കാണുക. പിന്നെ തെറ്റായ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് റീഡിംഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടേ വരികയുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ടാറോ റീഡിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഒരു നിർദ്ദേശങ്ങളൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുക. വെറുതെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇടുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ ഇവിടെ വെല്ലുവിളിക്കുന്നവരാരെയാണ്? യൂണിവേഴ്സിനെയാണ് വെല്ലുവിളിക്കുന്നത്. യൂണിവേഴ്സിനെ വെല്ലുവിളിച്ച യൂണിവേഴ്സ് ഇവർക്ക് ഉറപ്പായിട്ടും അത് കർമ്മഫലത്തിൻ്റെ രൂപത്തിൽ അത് തിരിച്ചടി നൽകും. അതുറപ്പാണ്, അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള യൂണിവേഴ്സിനെ വെല്ലുവിളിക്കാതിരിക്കുക. ഇപ്പം ഒരു ടാറോ റീഡറിനെ അങ്ങനെ വെല്ലുവിളിക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും ഇവിടെ യൂണിവേഴ്സിനെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നെ അത് നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ചെയ്യും. അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട്, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് വശം മാത്രം എടുക്കുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അപ്പോഴേ തന്നെ മൂവ് ഓൺ ചെയ്യുക. അത് ലീവ് ഇറ്റ്. ആ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പോഴേ തന്നെ കളയുക. പോസിറ്റീവ് വശം മാത്രം ഇതിൽ നിന്ന് ഉൾക്കൊള്ളുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണോ എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ ആ ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ ഹാപ്പിയാണോ എന്ന് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ യൂണിവേഴ്സിനെ ഒരിക്കലും നമ്മൾ വെല്ലുവിളിക്കരുത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയായി വരും കേട്ടോ. ഇതൊക്കെ നമ്മളെല്ലാ റീഡർമാരും ചെയ്യുന്നത്. അതായത് പ്രപഞ്ചശക്തിയിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ റീഡിങ് ചെയ്യാനും പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിനെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. വെറുതെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന വ്യക്തികൾക്കാണ് ഞാനീ പറയുന്നത്. അപ്പം എന്താണ് നിലവിലത്തെ ആ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥയെന്ന് നോക്കാം. നിങ്ങളും വ്യക്തിയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥയെ നോക്കാം. തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്.
തന്ത്രശാലിയായിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ചതിയിൽ ഇവർ പെട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇവരുടെ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ആരായാലും, ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളുടെ വൈഫാണെങ്കിലും നിങ്ങളുടെ ലവറാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളുടെ ലിവ് ഇൻ ടുഗദർ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആരായാലും അവർ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ജീവിതത്തിൽ അവർ ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. അവരവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് ആ ഒരു ബന്ധത്തിൽ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ മനസ്സാകെ ഒരു വിങ്ങലാണ് ശരിക്കും പല കാര്യങ്ങളോർത്ത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ജീവിതം തുടങ്ങിയത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ സ്വഭാവം നേരത്തെ നിങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവരോട് വളരെ സ്നേഹവും വളരെ പരിചരണവും അതുപോലെ തന്നെ മധുര വർത്തമാനങ്ങളും ഒക്കെ തന്ന് പല വാഗ്ദാനങ്ങൾ, പല പൊള്ളയായിട്ടുള്ള മോഹ വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഇവരെ കൂടെ നിർത്തിയിട്ടുണ്ട് തേർഡ് പാർട്ടി. നിങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളിൽ നിന്ന് ഇവരെ അകറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തി ബന്ധത്തിലായ സമയത്ത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞ് കാര്യം അപ്പോഴാണ് അവർ ആകെ തകർന്നു പോയത്. കാര്യം ബന്ധത്തിലായതിനു ശേഷം ഈ ഒരു വ്യക്തി വേറൊരു രീതിയിലാണ് ഇവരോട് പെരുമാറിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ, കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ഇവരിൽ, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ, ഒരു മാനസികമായിട്ട് ആ ഒരു ബന്ധം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇവരുടെ ബന്ധത്തിൽ ഇവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ബന്ധം പല വ്യക്തികളുടെയും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധം അവസാനിച്ചതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് അതൊരു അവസാന ഘട്ടത്തിലായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബന്ധമേ ഓൾമോസ്റ്റ് എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തകർച്ചയുടെ വക്കിലാണ് ബന്ധമെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ആ ഒരു ബന്ധത്തിൽ അവർ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും. കാര്യം തേർഡ് പാർട്ടി ഇവരുടെ മേലെ അമിതമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതുപോലെ ഇവർക്കൊരു മനസമാധാനം കൊടുക്കാത്ത ഒരു തേർഡ് പാർട്ടി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. കാര്യം ഈ ഒരു വ്യക്തി നിലവിൽ എല്ലാത്തിൽ നിന്നും അകന്ന്, അതായത് നിലവിൽ ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു വ്യക്തി നല്ല സ്ഥാനമാനങ്ങളും നല്ല പദവിയും നല്ല ജോലിയും ഒക്കെയുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ഇവരിപ്പോൾ ഇവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് തേർഡ് പാർട്ടിയെ കൊണ്ട് ഇവർ പൊറുതി മുട്ടുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഇവർ വർക്ക്ഹോളിക്കായി മാറിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി. കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴാകെ ഒരു സമാധാനം സന്തോഷമൊക്കെ കണ്ടെത്തുന്ന അവരുടെ ജോലിയിലാണ്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്ന ചില നിമിഷങ്ങളാണ്. തുടക്കത്തിൽ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം ആവേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു ആവേശം ഇപ്പോൾ എല്ലാം കെട്ടടങ്ങിയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം തേർഡ് പാർട്ടിയുടെ അമിതമായിട്ടുള്ള ആ ഒരു നിയന്ത്രണം, അവരുടെ മേലുള്ള അമിതമായുള്ള നിയന്ത്രണം അവരിൽ വളരെ അധികം മാനസിക സംഘർഷവും അതുപോലെ തന്നെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ഒരു പെരുമാറ്റം, തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കാരണം നിങ്ങളുടെ വ്യക്തി വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും, അല്ലെങ്കിൽ ഒരിടത്താണ് ഇവർ നിൽക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ പോലും ഇവർ തമ്മിൽ ഒരു മാനസികമായിട്ട് സെപ്പറേഷനായി എന്നാണ് എനിക്ക്, ഒരു മെൻ്റൽ സെപ്പറേഷൻ, ഒരു ഇമോഷണൽ സെപ്പറേഷൻ, ഒരു ഫിസിക്കൽ സെപ്പറേഷനൊക്കെ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി വളരെ ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. കാര്യം വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വെച്ചാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത്. അതായത് ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികവും അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ബന്ധം തകരുക. അതായത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഈ ഒരു വ്യക്തി ഇങ്ങനെ ഫ്ലേർട്ടിങ് പോലെ പല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും പല വ്യക്തികളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി ഉണ്ടെങ്കിൽ പോലും ഇവർ ഒരുപാട് കുടുംബം തകർത്തൊരു വ്യക്തിയാണ്. ഇവർ ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, കണ്ണിങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവർ മറ്റു പല കുടുംബങ്ങളും ഇതുപോലെ തകർത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ
നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊക്കെ മനസ്സിലായി ഇപ്പം. അതുപോലെ തന്നെ ഇവർ ഈ ഒരു വ്യക്തി ഒരു ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് സ്വമേധയെ ഒരു ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്തൊരു സാഹചര്യം, ഇവരെ ചിന്തകളെ വരെ ഇവർ അമിതമായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. കാര്യം നിങ്ങളുമായിട്ട് ബന്ധത്തിലിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയില്ലായിരുന്നു. ഒരു സ്വതന്ത്രമായിട്ട് അവർക്ക് ചിന്തിക്കാമായിരുന്നു, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാത്തിനും ഇവരോടൊരു അനുവാദം, അവർക്ക് ചിന്തിക്കാൻ പോലും ഒരു തീരുമാനമെടുത്താൽ പോലും അതിനെ വരെ ഇവരെന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാര്യം ഒരു തീരുമാനം എടുക്കാൻ പോലും ഈ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അനുവാദം വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിലവിൽ ഈ ഒരു ബന്ധത്തിൽ. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്, വളരെയധികം കഷ്ടത്തിലാഴ്ത്തുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ ഭയന്നാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോൾ ഇവർക്ക് വ്യക്തമായി. കാര്യം ഈ ഒരു തേർഡ് പാർട്ടി മൂലം പല കുടുംബങ്ങളും ഇതുപോലെ നശിച്ചു പോയിട്ടുള്ളതായിട്ടും അതുപോലെ പല പ്രശ്നങ്ങളും പലരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ സ്നേഹത്തോടു കൂടിയൊന്നും അല്ല, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹം തരാൻ മാത്രമൊന്നും അല്ല വന്നത്, അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഇവരെ പൂർണ്ണ മനസ്സോടുകൂടി വളരെ ജെന്യുവിനായിട്ട് സ്നേഹിക്കുന്ന ഒരു തേർഡ് പാർട്ടിയൊന്നും അല്ല ഇപ്പം ഇവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ജീവിതത്തിൽ വന്നതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് സാമ്പത്തികവും അതുപോലെ തന്നെ ഇവരുടെ സ്ഥാനമാനങ്ങളും കണ്ട് മോഹിച്ച് വന്ന ഒരു തേർഡ് പാർട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അതിവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിവർ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. കാര്യം ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളെക്കാളേറെ സ്നേഹിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇത് കാണുന്ന പ്രേക്ഷകരെക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തി വിശ്വസിച്ചതും സ്നേഹിച്ചിരുന്നതും ഈ ഒരു തേർഡ് പാർട്ടിയാണ്. പക്ഷേ ഇപ്പോഴീ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായപ്പം അത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ആഴത്തിലൊരു മുറിവ് ഏൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അതവരെ മുന്നോട്ട് ഒരടി പോലും വെക്കാൻ പറ്റാത്ത വിധം അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവർക്ക് വളരെയധികം ഒരു ഹൃദയവേദന സമ്മാനിച്ചതായിട്ട് കാണുന്നുണ്ട്. അതവരെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തി ആകെ തകർന്നൊരവസ്ഥയിലാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും മറികടന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ഭയന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫുൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ അവർ ഇനി ഇങ്ങനെ ഈ ബന്ധം മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല, ഇനി നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, നിങ്ങളിലേക്ക് വരണം എന്നതിലുപരി ഇപ്പോഴവർക്കൊരു മനസമാധാനമില്ല. കാര്യം അവർക്കൊരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ്. ആ വീട്ടിൽ ഇപ്പം തേർഡ് പാർട്ടിയായിട്ട് ഒന്നിച്ച് ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ താമസിക്കുന്നതെങ്കിൽ തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ തന്നെ അവർക്ക് ഭയമാണ്. അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഒരു ബർഡനാണ്, ഒരു ഇമോഷണൽ ബർഡൻ ആ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് അവരെ നിയന്ത്രിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ. അതവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇവരെ അനാവശ്യമായിട്ട് സംശയിക്കുക, അതുപോലെ തന്നെ ഇവരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെ ഇവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം വളരെ പെട്ടെന്ന് തന്നെ എൻഡ് ആവുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഫ്യൂച്ചറും കൂടെ നമുക്ക് നോക്കാം. കുറച്ച് കാർഡ് ഇപ്പം ഈ ഒരു ബന്ധത്തിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നെങ്കിലും ഇതിൻ്റെ ഫ്യൂച്ചർ എടുത്ത് നോക്കാം. തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. കാര്യം നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ഇമോഷൻസും വെച്ച് പുലർത്താതിരുന്നൊരു വ്യക്തിയായിരുന്നു പാസ്റ്റിൽ. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു നിങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാധാന്യവും നിങ്ങൾ
ഈ ഒരു എന്താണ് നിങ്ങൾക്ക് തരാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർ. പക്ഷെ ഇപ്പോഴും ഇവർക്കത് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി മൂലം അവർക്ക് അത് തിരികെ കിട്ടുന്നുണ്ട് ശരിക്കും. കാര്യം തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് എന്താണ് ഒരു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അവർ മാനസികമായിട്ട് ഒരുപാട് ആകുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇപ്പോഴും ഈ ഒരു വ്യക്തി ഇവരുടെ ജോലിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും അകന്ന് നിങ്ങളുടെ വ്യക്തി അവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചർ കാർഡ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്ന് നിങ്ങളുടെ വ്യക്തി ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്ന് ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരുടെ മനസമാധാനത്തിന് വേണ്ടി അവർ ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ വ്യക്തി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ബുദ്ധിമാനാണ്, വളരെ ബുദ്ധിമതിയാണ്. പക്ഷേ ഇപ്പോഴവർക്ക് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും കഴിയുന്നില്ല. അവരുടെ ബുദ്ധിയെ വരെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അപ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യമാണോ അത് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവർ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നതായിട്ടും അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതായിട്ട് അങ്ങനെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായിട്ട് ഒരു എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഈ ഒരു വ്യക്തി അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്ന് ഇവർ ആത്മീയതയിലേക്കൊക്കെ കടന്ന് ഇവർ കൂടുതൽ വ്യക്തതയോടുകൂടിയും കൃത്യതയോടുകൂടിയും കാര്യങ്ങളെ മനസ്സിലാക്കി പുതിയൊരു മനുഷ്യനായിട്ട്, അതായത് ഒരുപാട് തെറ്റുകൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. മറ്റു പല സ്ത്രീ ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റു പല പുരുഷ ബന്ധങ്ങൾ ഇതെല്ലാമൊക്കെ അവർ മാറ്റിവെച്ച് അവർ കുറച്ച് സമയമെങ്കിലും ഒരു ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് വിധി എഴുതുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ എല്ലാത്തിനും ഒരു പിശുക്കുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പോൾ സ്നേഹം, നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം കാണിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും അവർക്ക് ആ ഒരു സ്നേഹം ഇപ്പം ആ ഒരു നിലവിലത്തെ ബന്ധത്തിൽ അവർക്ക് ആ ഒരു സ്നേഹം കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ സ്നേഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം ഇപ്പോഴവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു കർമ്മഫലമാണ് ഇപ്പോഴവർ അനുഭവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ റീഡിങ് എടുത്തപ്പം മനസ്സിലായത്. അവരുടെ സോൾ ഒരുപാട് സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു പരിവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം, ഒരു പരിപൂർണമായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവരുടെ സോൾ ഒരുപാട് ക്രേവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പല പല കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ സോൾ ക്രേവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജാണ്. ഈ ഒരു വ്യക്തിയിൽ ഒരു മാറ്റം വന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിൽ നിന്ന് ഇവർ മനസ്സിലാക്കുകയും അങ്ങനെ ഈ ഒരു ബന്ധത്തിൽ നിന്ന്, ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇവർ ഇറങ്ങിപ്പോരുന്നതായിട്ടുമാണ് എനിക്ക് റീഡിംഗ് എടുത്തപ്പോൾ കാണാൻ സാധിച്ചത്. അതുപോലെ ഇവിടെ മനസ്സിലാവുന്നത് ഇവർക്ക് എന്താണോ സന്തോഷം തരുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും, അതുപോലെ ജീവിതത്തിൽ താൻ എന്താണോ ശരിക്കും തൻ്റെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അവർ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സ്നേഹമാണെന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെ ഇപ്പോഴൊരു ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടും കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം ഒരു പൂർണ്ണമായ ഒരു മനസ്സിലാക്കി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി എടുത്തുചാടി തീരുമാനങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. വളരെ ആലോചിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ അവർ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ട് എനിക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇതാണ് റീഡിങ്. അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ ഒരു സാരാംശം ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിനെ പറ്റി പറയാനുള്ളത് നോക്കാം. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, എ ഡിസിഷൻ മസ്റ്റ് ബി, അവരൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നകന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാര്യം ഇവിടെ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫൈനലായിട്ടുള്ള കാർഡ് ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക്.
ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. വളരെയധികം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അട്രാക്ഷൻ ഇപ്പോഴും ഉള്ളതായിട്ടാണ് കാണുന്നത്. എത്ര തന്നെ നിങ്ങൾ അകന്നു നിന്നാലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ബോണ്ട് ഇപ്പോഴും അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട്, ഞാൻ പറഞ്ഞു, ഒരു എടുത്തുചാടി അവരൊരു തീരുമാനം എടുക്കില്ല. നിങ്ങളിലേക്ക് വരാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. അവരൊരു നല്ല ഒരു ഡിവൈൻ ടൈമിങ്ങിന്, ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിനായിട്ട് കാത്തിരിക്കുകയാണ്. ലവ് വിൻസ് ജോയ്, പീസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. ദിസ് പേഴ്സൺ ഷോസ് മെച്യൂരിറ്റി, എഫേർട്ട് ആൻഡ് റെസ്പെക്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ, ഒരു റീയൂണിയൻ അഥവാ റീകൺസിലേഷൻ പോസിബിൾ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നകന്ന് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധം എപ്പോഴും എൻഡ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 വീക്സ് മുതൽ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മന്ത്സിനുള്ളിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായിട്ട് എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ കുറച്ച് പേരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി ബന്ധം ഓൾമോസ്റ്റ് എൻഡ് ആയതായിട്ടും കാണുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്കുള്ള അവരുടെ പ്രണയ സന്ദേശം എന്താണെന്നും കൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കുള്ളൊരു പ്രണയ സന്ദേശം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്, ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്രണയ സന്ദേശത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രപഞ്ച മാതാവ് എന്താണ് നിങ്ങളോട് പറയുന്നത്, മദർ യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം. ദ അൺഫിനിഷ്ഡ് സ്റ്റോറി എന്നാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയഗാഥ അല്ലെങ്കിൽ ആ ഒരു പ്രണയബന്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ദെയർസ് മോർ ലെഫ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ എന്നാണ് പറയുന്നത്. അതായത് ഇനിയും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ഇപ്പോൾ പാതിയായിട്ടുള്ളൂ, ഇനിയൊരു സ്റ്റോറി കിടക്കുകയാണ്. അപ്പോൾ അതൊരു പൂർത്തീകരിക്കപ്പെടാത്തൊരു സ്റ്റോറിയാണ്, ഒരു കഥയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആ ഒരു വ്യക്തി, തിരികെ വന്നേ പറ്റൂ എന്നാണ് പ്രപഞ്ചശക്തി തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മദർ യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം ഒരിക്കൽ കൂടി. ഓക്കേ.